കെ.എം. മാണിക്ക് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് തെളിഞ്ഞു. ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലാണ് പരാമർശം. രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 സ്ഥലത്ത് പരാമർശം. ബാർക്കോഴ കേസിൽ കെ ബാബുവിനെതിരായി മൊഴി നൽകാൻ വിജിലൻസ് ഡിവൈഎസ്പി അനുവദിച്ചില്ലെന്ന് ബിജു രമേശ് പറഞ്ഞു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എസ് ജീവൻകുമാർ ചേരുകയാണ്. ജീവൻ, മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തെളിവുകളാണ് ബിജു രമേശിന്റെ രഹസ്യമൊഴിയുടെ കൂടുതൽ വിവരങ്ങളായി പുറത്തു വരുന്നത്. ഈ ലഭിച്ചിരിക്കുന്ന രഹസ്യമൊഴിയുടെ പകർപ്പിൽ നിന്നും വ്യക്തമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുരാജ്, വളരെ ഗുരുതരമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ രഹസ്യമൊഴിയിൽ ബിജു രമേശ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 കൊടുത്തിരിക്കുന്നു എന്നാണ് CRPC 164-ൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഈ രഹസ്യമൊഴിയിൽ 6 സ്ഥലത്താണ് വളരെ ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. ഒന്ന്, പേജ് നമ്പർ 3-ൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പോയി ഭാരവാഹികൾ കണ്ടു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ.എം. മാണിക്കും കെ ബാബുവിനും പണം നൽകാനിടയായത് എന്ന് പേജ് നമ്പർ 3-ൽ പറയുന്നു. അതോടൊപ്പം പേജ് നമ്പർ 16-ൽ പേജ് നമ്പർ 3-ലും 4-ലുമായി 418 ബാർ ലൈസൻസ് വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ഏറ്റവും നിർണായകമായ ബാർ ഉടമകളുടെ മൊഴി വന്നിരിക്കുന്നത് പേജ് നമ്പർ 4-ലും 5-ലുമായിട്ടാണ്. 4-ൻ്റെ അവസാന ഭാഗത്തായി കെ.എം. മാണിക്ക് പണം കൈമാറുന്നതിന് മുമ്പ് ബാർ ഉടമകൾ മുഖ്യമന്ത്രിയെ കണ്ടു. സുരാജ്, ആ തീയതി വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് 22/3/2014. സുരാജ്, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 22/3/2014 രാവിലെ ബിജുവിൻ്റെ രഹസ്യമൊഴിയിൽ പറയുന്ന വാക്കുകൾ ഞാനൊന്ന് വായിക്കാം പ്രേക്ഷകർക്കായി. 22/3/2014 രാവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ പാലയിലേക്ക് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ മേൽപ്പറഞ്ഞ ഭാരവാഹികൾ പോവുകയും ചെയ്തു. മേൽപ്പറഞ്ഞ ഭാരവാഹികൾ എന്നത് ജോൺ കല്ലാട്ട്, ഇടശ്ശേരി ജോസ് തുടങ്ങി രാജ്കുമാർ ഉണ്ണി, സെക്രട്ടറി MD ധനേഷ്, വൈസ് പ്രസിഡന്റ് പോളക്കുളത്ത് കൃഷ്ണദാസ് എന്നിവരാണ് പോയത്. പോകുമ്പോൾ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന ട്രഷററായ ശ്രീ തങ്കച്ചനോടും കുറച്ച് ക്യാഷ് അടിയന്തരമായി കളക്ട് ചെയ്ത് പാലയിൽ മാണി സാറിൻ്റെ വസതിയിൽ എത്തിക്കണമെന്ന് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് രാജ്കുമാർ ആവശ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ലക്ഷം രൂപ, സുരാജ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ലക്ഷം രൂപ കോട്ടയം ജില്ലാ അസോസിയേഷൻ കളക്ട് ചെയ്ത് സാജു ഡൊമിനിക്കിനെ ഏൽപ്പിച്ചു. സാജു ഡൊമിനിക്ക് 15 ലക്ഷം രൂപ മാണി സാറിൻ്റെ വസതിയിൽ കൊണ്ടുവരികയും അവിടെ ഉണ്ടായിരുന്ന ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററായ ശ്രീ തങ്കച്ചനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളായ രാജ്കുമാർ, MD ധനേഷ്, പോളക്കുളം കൃഷ്ണദാസ്, ജോൺ കല്ലാട്ട്, ഇടശ്ശേരി ജോസ് തുടങ്ങിയവർ മാണിസാറിൻ്റെ പാലയിലെ വസതിയിൽ ഉണ്ടായിരുന്നു. സുരാജ്, ഒരിക്കൽ കൂടി വായിക്കുക. 22/3/2014, അതായത് കെ.എം. മാണിക്ക് പണം കൈമാറ്റം ചെയ്യപ്പെട്ട ആദ്യ തീയതി, 15 ലക്ഷം രൂപ കൈമാറ്റം ചെയ്ത തീയതിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പേജ് നമ്പർ 4-ൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ പാലായിലേക്ക് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ പോയി. സുരാജിലേറെ വൈരുദ്ധ്യകരമായ കാര്യം, ഈ നിർണായകമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നും എന്തുകൊണ്ട് വിജിലൻസ് മൊഴിയെടുക്കാൻ തയ്യാറായില്ല എന്നത് ഏറെ വൈരുദ്ധ്യകരമായ കാര്യമാണ്. ഈ കാര്യത്തിലടക്കം ഇനി വരാൻ പോകുന്ന തുടരന്വേഷണത്തിൽ വിജിലൻസ് നിലപാട് സ്വീകരിക്കേണ്ടതായി വരും. 6 സ്ഥലത്താണ് മുഖ്യമന്ത്രിക്കെതിരായ ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. കെ.എം. മാണി കൂടുതൽ പണം ആവശ്യപ്പെടുന്ന കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. സംസ്ഥാനത്തിൻ്റെ പൊതുജന സേവകനും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയുമായ മുഖ്യമന്ത്രിയെ മാണി കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് ധരിപ്പിച്ചു എന്ന വിവരം ബാർ ഉടമകൾ അറിയിച്ചിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് കെ.എം. മാണിക്കെതിരെ മന്ത്രിസഭയിൽ നിന്നും അന്ന് പുറത്താക്കാൻ തയ്യാറായില്ല? പേജ് നമ്പർ 16-ൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് പറയാമെന്നായിരുന്നു മന്ത്രി കെ ബാബു പറഞ്ഞത്. തുടർന്ന് ഈ വിഷയത്തിൽ മാണി സാറിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ബാക്കി തുക നൽകേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി കെ ബാബു കൃഷ്ണദാസിനെ ധരിപ്പിച്ചു. നിരവധി പേജുകളിൽ പേജ് 3, 4, 5, 16 എന്നീ പേജുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ
ബിജുവിന്റെ രഹസ്യമൊഴിയിൽ ഉള്ളതായി നമുക്ക് വായിച്ചാൽ പ്രത്യക്ഷത്തിൽ തീർച്ചയായും ജീവൻ ഇവിടെ വളരെ ഗുരുതരമായ ഒരു കാര്യം, KM മാണി കൈക്കൂലി കോഴ വാങ്ങിച്ചു എന്ന് പറയുന്നു, ബാബു കോഴ വാങ്ങിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇതിന്റെ എല്ലാം അടിസ്ഥാനം മുഖ്യമന്ത്രിയാണ് ഈ കോഴയ്ക്കെല്ലാം പിന്നിൽ ഒരു ഇടനിലക്കാരനായി നിന്നത് എന്ന തരത്തിലേക്കാണ് ഈ മൊഴി സൂചിപ്പിക്കുന്നത്. പക്ഷെ ബിജു രമേശ് ഇതുവരെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റെവിടെയെങ്കിലുമോ പറഞ്ഞതായി അറിവില്ല. ഈ രഹസ്യമൊഴിയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വിവരം വരുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ബിജു രമേശ് പറയാതിരുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഇരട്ട നീതിയെ സംബന്ധിച്ച ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കപ്പെടുന്നതും ഇതുമായി കൂട്ടി വായിച്ചാൽ സുരാജ്, ബിജു രമേശ് ഈ കാര്യം പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയുടെ പേര് പരസ്യമായി ഇത്തരത്തിൽ കെ ബാബുവിനും KM മാണിക്കുമെതിരെ പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ആ വസ്തുതയ്ക്കപ്പുറത്ത് ബിജു രമേശ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യമൊഴി, ഈ രഹസ്യമൊഴി ഇനി ഒരിക്കലും ബിജു രമേശിന് മാറ്റി പറയാനുമാവില്ല എന്നത് നിയമപരമായ സത്യമാണ്. കാരണം ഈ രഹസ്യമൊഴി മാറ്റി പറയുകയാണെങ്കിൽ ബിജു രമേശിനെതിരെ ക്രിമിനൽ കേസ് കോടതിക്ക് തന്നെ എടുക്കാനാവും. അതുകൊണ്ട് ബിജു രമേശ് ഇത് പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു വാദമല്ല. പക്ഷേ PC ജോർജ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നു. PC ജോർജ്, മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന പോയിന്റുകൾ, വളരെ പ്രസക്തമായ ഗുരുതരമായ ആരോപണങ്ങൾ, ബിജു രമേശിന്റെ 164 സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുമ്പോൾ കാണാൻ സാധിക്കുന്നു. 6 സ്ഥലത്ത് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പോയിന്റുകൾ ബിജു രമേശ് നിരത്തുന്നുണ്ട്. മാണിക്ക് പണം കൊടുത്തത്, ആദ്യ ഗഡുവായ 15 ലക്ഷം രൂപ കൊടുത്തത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എന്ന് പേജ് നമ്പർ എത്രയാണ് ജീവൻ? പേജ് നമ്പർ 3. മാണിക്ക് പണം കൈമാറുന്നതിന് മുമ്പ് ബാർ ഉടമകൾ മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് പറയുന്നത് പേജ് 4, 5 എന്നീ പേജുകളിലായിട്ടാണ് വരുന്നത്. ശ്രീ PC ജോർജ്, തുടക്കത്തിൽ തന്നെ ഇതിന്റെ ബേസ്, ഈ ബാർക്കോഴയുടെ ബേസ് തന്നെ മുഖ്യമന്ത്രിയിലേക്ക് നീളുന്ന സൂചകങ്ങളാണ് ഈ മൊഴിയുടെ ഈ ഭാഗത്തുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രം ദ ബിഗിനിങ് 8 മാസം മുമ്പ് ഞാൻ പറയുന്നതല്ലേ, ഉമ്മൻചാണ്ടിയാണ് 1ാം പ്രതി, 2ാം പ്രതിയാണ് ബാബു, 3ാം പ്രതി KM മാണി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും സമ്മതിക്കാത്ത എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% ബോധ്യത്തോടുകൂടി 2014 ഏപ്രിൽ 28-ാം തീയതി 1000 പ്രാവശ്യം പറഞ്ഞാലും വീണ്ടും ഞാൻ പറയാണ്, ബാർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണി എന്നോട് പറഞ്ഞതാണ്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മാണിക്കും കുഞ്ഞാലിക്കുട്ടിക്കും കാശ് കൊണ്ടുവരാൻ. മാണി മേടിച്ചു, കുഞ്ഞാലിക്കുട്ടി മേടിച്ചില്ല. അത് കുഞ്ഞാലിക്കുട്ടി സത്യം ഞാൻ പറഞ്ഞല്ലോ, ശരിയാണെന്ന് സമ്മതിച്ചു. ഇനി ഒരു തെളിവ് ആവശ്യമില്ല. മുഴുക്കള്ളൻ ഉമ്മൻചാണ്ടി, മുക്കാക്കള്ളൻ KM മാണി എന്ന് ഞാൻ അന്ന് പറഞ്ഞ സത്യം ശരിയാണ്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, വലിയ നിയമവിദഗ്ധന്മാർ പറഞ്ഞു കേൾക്കുമ്പോൾ ചിരി വരും. മോഴി കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യണ്ടേ? ചെയ്യണമേ, അത് തയ്യാറാന്ന് ബിജു പറഞ്ഞല്ലോ. അറസ്റ്റ് ചെയ്യും വേറെ കാര്യമുണ്ട്, മേടിച്ചോനെ അറസ്റ്റ് ചെയ്യണ്ടേ? മേടിച്ചോനെ അറസ്റ്റ് ചെയ്യണ്ടെന്നുള്ള ചോദ്യം ആരും ചോദിക്കുന്നില്ല. എന്താ കൈക്കൂലി കൊടുത്ത ബിജു രമേശിന് നടപടിയാണ്, ശരിയാണ്. അതുപോലെ തന്നെ കൈക്കൂലി മേടിച്ചതാണെങ്കിൽ അന്നേരം വേണം. അതുകൊണ്ട് മാണിയെയും ഉമ്മൻചാണ്ടിയും അറസ്റ്റ് ചെയ്യണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സത്യം കൊണ്ടാക്കിയിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടിയും ബാബുവും ഉമ്മൻചാണ്ടി രാജിവെച്ച് കഴിഞ്ഞാൽ തീർന്നല്ലോ. മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടണം എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ PC ജോർജ്, താങ്കൾ ആദ്യം മുതലേ ഉന്നയിക്കുന്ന ആരോപണമാണ് മുഖ്യമന്ത്രിക്കാണ് ഇതിൽ പ്രഥമ പങ്കാളിത്തം, ഇതിന്റെ സൂത്രധാരൻ എന്ന് താങ്കൾ പറഞ്ഞു. ഇവിടെ ആർക്കൊക്കെ എത്ര കോഴ നൽകണം എന്ന കാര്യത്തിൽ ഒരു തീർപ്പ് അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ആണ് എന്നാണോ ഈ മൊഴി സൂചിപ്പിക്കുന്നത്? അതേമേ, 1 കോടി രൂപ കൊടുത്തു കൊടുക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു. 1 കോടി മാണിക്ക് കൊണ്ട് കൊടുത്തു, 3 ഗഡുക്കളായിട്ട്. കുഞ്ഞാലിക്കുട്ടി ആദ്യത്തെ ഗഡു കൊണ്ട് ചെന്ന് കുഞ്ഞാലിക്കുട്ടി ഈ കാശ് കൊണ്ട് ഇങ്ങോട്ട് പോരണ്ട, ഇത് ഹറാമാണ്, മദ്യത്തിനാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ബാക്കി 10 കോടി രൂപ ബാബുവിനെ കൊണ്ട് കൊടുത്തു. ഇത് കഴിഞ്ഞ് KM മാണി ആ ഫയലിട്ട് പാര വെച്ച് ബാബുവായിട്ട് വഴക്കായി കഴിയുമ്പോഴത്തേക്കിന് 5 കോടി വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോ ഒരു മടിയില്ലാതെ നമ്മുടെ പ്രിയങ്കരനായ പ്രിയങ്കരൻ, വലിയ പ്രിയങ്കരനൊന്നുമല്ല, ബാർ ഹോട്ടൽ ഓണർ അസോസിയേഷൻ നേതാക്കന്മാരെല്ലാം കൂടെ ഉമ്മൻചാണ്ടി ചെന്ന് കണ്ടു. 1 പൈസ കൊടുക്കരുതെന്ന് അങ്ങേര് പറഞ്ഞു. അല്ലെങ്കിലും ബാക്കി കാശൂടെ എങ്ങനെയും പിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചതാ. എന്നോട് പറഞ്ഞ കാര്യമാണിത്. എനിക്കെന്താ കള്ളം വേണ്ടി കാര്യം? ഞാൻ ആരെയും വൃത്തിയുടെ വർത്താനം നുണയൊന്നും പറഞ്ഞ് കളിപ്പിക്കാറില്ല. വസ്തുനിഷ്ഠമായ സത്യം എന്നായിട്ടാണ് ഞാനീ പറയുന്നത്. മാണി 2ാമത് കാശ് കൊടുക്കാതിരുന്നതിന് കാരണം ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടാ. ആ ഉമ്മൻചാണ്ടി അതുകൊണ്ട് ചൂടായത്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ചോർത്തി കൊടുത്ത് മാണിയെ പ്രതിയാക്കിയത്.
FIR എടുത്തതിന് ഉമ്മൻചാണ്ടി മാണി രണ്ടാമത് തവണയും കൂടുതൽ പൈസയ്ക്ക് ആവശ്യം ഉന്നയിക്കുന്നു എന്ന് ഈ ബാർ ഉടമകൾ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഈ മൊഴിയിൽ. അതെ, പറഞ്ഞിരുന്നു. പറഞ്ഞപ്പോ ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും പൈസ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. എന്താണ്? അതെ, അതെന്താന്ന് വെച്ചാൽ എല്ലാത്തിനും വീതം വെച്ച് കാശ് മേടിച്ചോണ്ടിരിക്കുകയാണ് ഇവരെ. ഈ ബാർ ഇഷ്യൂയിൽ 1 കോടി രൂപ മാണിക്കുന്നുള്ള ഉമ്മൻചാണ്ടിയുടെ കെ ബാബുവിന്റെയും KC ജോസഫിന്റെയും ബെന്യാമിനൊക്കെ കൂട്ടായ തീരുമാനമാണ്. അത് അവരുടെ പാർട്ടിയുടെ ഒരു കോക്കസ് ആണിത്. അവരുടെ ആ തീരുമാനമാണ് നടപ്പാക്കിയത്. അതുകൊണ്ടാണ് ഇപ്പൊ മാണി വള്ളത്തിൽ പോയത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയും രാജിവെച്ച് പിരിയാന്നുള്ള മര്യാദ മാത്രമാണ്, ആരും തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. തീർച്ചയായും 164 എന്ന ശക്തമായ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് ഈ ബാർ കോഴ ആർക്കൊക്കെ കൊടുക്കണം എന്നത് സംബന്ധിച്ച് ബാർ ഉടമകളോട് സംസാരിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാവുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭാഗം തന്നെയാവുകയാണ് ഈ കോഴക്കേസിന്റെ ഭാഗം തന്നെയാവുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അത്തരത്തിൽ യാതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. മൊഴി രേഖപ്പെടുത്തുക മാത്രമല്ലോ, ഉമ്മൻചാണ്ടിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ശരിയാണോന്ന് നോക്കുകയും ഇതിന്റെ വസ്തുത പരിശോധിച്ച് FIR-നകത്ത് ഉമ്മൻചാണ്ടിയെ കൂടെ പ്രതിയാക്കണം, കെ ബാബുവിനെ പ്രതിയാക്കണം, വേറെ ആരെ പ്രതിയാക്കണം എന്നുള്ളത് നീക്കട്ടെ. ഈ 3 പേരെ പ്രതിയാക്കാനുള്ള മര്യാദ കാണിക്കണല്ലോ. KM മാണി മാത്രം പ്രതിയാക്കിയിട്ട് അങ്ങനെ പാലായിക്ക് പറഞ്ഞു വിട്ടാൽ മതിയോ? കട്ടതാണ് KM മാണി, ഒരു സംശയം വേണ്ട. കള്ളനാണ്, ദേവിചിറ്റയ്ക്ക് അർഹനുമാണ്. പക്ഷെ അയാൾ മാത്രമല്ലല്ലോ, ഉമ്മൻചാണ്ടി ഇല്ലേ, കെ ബാബു ഇല്ലേ, അവരൊക്കെ പ്രതിയാക്കണ്ടേ? ഉമ്മൻചാണ്ടി രാജിവെക്കെ ഇരിക്കുന്നത് എന്താ ന്യായം? ഉമ്മൻചാണ്ടി രാജിവെക്കുന്നെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തകരാൻ പോവല്ലേ? ഇവിടെ കേരളത്തിലെ കോൺഗ്രസിന് തകർച്ച കാണണമെന്ന് കോൺഗ്രസിന്റെ AK ആന്റണിക്കും PM ശ്രീധരനും രമേശ് ചെന്നിത്തലയ്ക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്കെന്ത് പറയാൻ പറ്റും? അവരനുഭവിക്കും വിനാശകാലേ വിപരീത ബുദ്ധി. അത്ര എനിക്ക് പറയാനുള്ളൂ. ശ്രീ ജോർജ്, ഇതിനിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, താങ്കൾ ആദ്യം മുതലേ ഉന്നയിക്കുന്നത് ബാർക്കോഴ ഒരു KM മാണിക്കെതിരെ ഉമ്മൻചാണ്ടി കെട്ടിച്ചമച്ച ഒരു ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ളൊരു ആരോപണം താങ്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ സാധൂകരിക്കാൻ കഴിയുക? അത് സാധൂകരിക്കാൻ കഴിയുന്ന കാര്യം, ഇങ്ങനെ മാണിയുടെ ഈ ഇത് മാത്രമല്ല, മറ്റെല്ലാ കാര്യത്തിലും വീതം വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് നടന്ന് മാണി ഉമ്മൻചാണ്ടി കൂടെ നടന്നിട്ട് ഉമ്മൻചാണ്ടി കയറിയാതെ മുഖ്യമന്ത്രിയാകാൻ പുള്ളി കളിച്ചു. അത് മുഖ്യമന്ത്രിയാകുന്ന നിലയിലേക്ക് പോയോ എന്ന് പുള്ളിക്ക് വിശ്വാസയോഗ്യമായി സംശയം ജനിച്ചു. ഇതെല്ലാം ഫോൺ ചോർത്തലും പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിക്ക്. അങ്ങനെ ചോർത്തിയിട്ട് എന്റെ ഫോൺ ചോർത്തിയതിന് പുള്ളിക്ക് കിട്ടൂലോ, അല്ലെ മാണിയുടെ ഫോൺ ചോർത്തിയാലും കിട്ടുമായിരുന്നു. അപ്പൊ വിശ്വാസയോഗ്യമായി രാത്രി തന്നെ പുള്ളി അതിനുള്ള നീക്കം നടത്തുമെന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ നേരിൽ ഇവൻ ഇത് ചെയ്യരുതെന്നുള്ള വൈരാഗ്യത്തോടെ ശ്രീ ജോർജ്, വളരെ ഗുരുതരമായൊരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. KM മാണിയുടെ ഫോൺ ചോർത്താൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചു എന്നാണോ? എന്റെ ഫോൺ ചോർത്തുന്നുള്ളത് എനിക്ക് സംശയമില്ല. കാരണം സംസാരിച്ചുകൊണ്ട് KM മാണിയുടെ ഫോൺ ചോർത്താൻ ഉമ്മൻചാണ്ടി തയ്യാറായി എന്നാണോ? എന്താ തർക്കം? ഭരണപരമായ കാര്യങ്ങൾ KM മാണിയുടെ ഫോണും ചോർത്തുന്നുണ്ടാകും ഞാൻ 100% വിശ്വസിക്കുകയാണ്. അതൊക്കെ ഉമ്മൻചാണ്ടി ആരാ സാധനം? അതുകൊണ്ട് ഇതെല്ലാം കാണും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സത്യങ്ങളൊക്കെ അങ്ങനെ തമ്മിക്കാണും. അപകടമാണ്. എന്നാ കൊടുത്തേക്കാം, നേരി പോവാതിരുന്നോട്ടെ, ഒറ്റാരി ഇവിടെ കിടന്നോട്ടെ, പാളക്കകത്ത് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാ. അത് ഈ പരുവാകും എന്ന് ഉമ്മൻചാണ്ടി കണക്കാക്കി കാണില്ല. ശ്രീ ജോർജ്, താങ്കൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത്, മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് ഇത് താങ്കൾക്ക് അറിയാമായിരുന്നല്ലോ. അതായത് ഉമ്മൻചാണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തതാണെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞ വേന്ദ്രനാണ്. ഉമ്മൻചാണ്ടി ഒരു വേന്ദ്രനാന്ന് ഞാൻ അന്ന് മുതലേ പറയുന്നതല്ലേ. എല്ലാം ഒന്നും വിളിച്ചു പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വിളിച്ചു പറയുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ബാർ ഉടമകളെ കൊണ്ട് KM മാണിക്കും മറ്റു മന്ത്രിമാർക്കും പണം കൊടുപ്പിച്ച് ആപ്പിലാക്കുക എന്ന ലക്ഷ്യം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണോ? അങ്ങനെ വരുമ്പോൾ കെ ബാബുവിന്റെ കാര്യം അതിലെങ്ങനെ വരും? കെ ബാബുവിനെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സംരക്ഷിക്കുകയാണ്. ഒരു കോൺഗ്രസ് ആണ്, കോൺഗ്രസ്സുകാരൻ കാര്യം മണിക്കുന്നത് പുള്ളി എപ്പോഴും സഹായമാണ്. മാണിക്ക് സഹായം കോൺഗ്രസ് സഹായമല്ലേ. മാണിക്കിന്റെ പുള്ളി ഒരു ചെറിയ ആപ്പ് വെച്ചു, ആ ആപ്പ് ഇങ്ങനെ ആയിപ്പോയി. ബാബുവിനെ എങ്ങനെ രക്ഷിക്കാതിരിക്കാൻ പറ്റും? അതിനെ രക്ഷിക്കുന്നു. ഉമ്മൻചാണ്ടി സ്വയം രക്ഷപ്പെടുന്നു, ഇത്രേ ഉള്ളൂ. ഒരു സംശയം വേണ്ട. ഉമ്മൻചാണ്ടി, ഞാൻ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു സമ്മർദ്ദമുണ്ട്. ആരുടെ സമ്മർദ്ദം? ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദം. എന്താ തർക്കം? DGP പറഞ്ഞു എനിക്ക് സമ്മർദ്ദമുണ്ട്, ഉറക്കമില്ലെന്ന് പറഞ്ഞു. ആര് കാരണം? ഈ ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദം. ഇതൊക്കെയായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, പിന്നെ എന്താ പറയാതിരിക്കുന്നത്? അവിടെ എല്ലാ കാര്യങ്ങളും സത്യമാണ്. പറഞ്ഞ് നന്ദി. ശ്രീ ജോർജ്, അവസാനമായി താങ്കൾ പറഞ്ഞു വരുന്നത് ബാറുടമകളെ കൊണ്ട് KM മാണിക്ക് പണം കൊടുപ്പിച്ച് ആപ്പിലാക്കുക എന്ന ലക്ഷ്യം തന്നെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. അതിന്റെ അനുരണനമായാണ് ബാക്കി ഈ കാര്യങ്ങളെല്ലാം വന്നത് എന്നാണോ?
അത് അങ്ങനെ കണക്കാക്കണ്ട. ബാർ ഉടമകളെ കൊണ്ട് കാശ് പിടിച്ച് മാണിയുടെ ലോ ഡിപ്പാർട്ട്മെന്റ് വെറ്റ് ചെയ്തുകൊണ്ട് ഫയൽ വരാൻ. അപ്പൊ മാണി ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നുള്ളത് കൊണ്ട് പിരിക്കുന്ന കാശിന് വീതം മാണിക്ക് കൊടുത്താൽ മാണി ഒപ്പിടുകയാണെന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാം. അതുകൊണ്ട് 1 കോടി രൂപ എന്ന് കണക്കാക്കി 1 കോടി രൂപ ഉറപ്പിച്ചു. അതാണ് സത്യം. ആ സത്യം ആർക്കാ അറിയില്ലാത്തത്? അത് സത്യമായ സത്യമല്ലേ? മാണിക്കും അറിയാം, ഉമ്മൻചാണ്ടിക്കും അറിയാം, ലോകം മുഴുവൻ അറിയാം. അപ്പോൾ ഇങ്ങനെ പണം എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം കാര്യം വന്നപ്പോൾ മാണിയെ ഒഴിവാക്കി. ആ മാണി മാത്രം ജയിലിൽ പോകുന്ന തരാം. ഉമ്മൻചാണ്ടി ബാബു രക്ഷപ്പെടാൻ നടക്കരാ. ശരി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് 6 ഇടങ്ങളിൽ ഈ രഹസ്യമൊഴിയിൽ 164-ൽ ബിജു രമേശ് സൂചിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. ഈ 164-മായി ബന്ധപ്പെട്ട് ഇനി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് യാതൊരു സംശയമില്ല. ഈ CBI എൻക്വയറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയും കെ ബാബു മാണിയും ഒക്കെ ജയിലിൽ പോകുന്നത് കാണാൻ പറ്റും. ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ കോടാനും കോടി രൂപ അവിടുത്തെ CBI ചാക്കിടേണ്ടി വരും. എന്തായാലും പറ്റിയല്ല. കാരണം മാണിക്ക് ബാർ കേസിൽ കാശ് കൊടുത്തതിന് വ്യക്തമായ തെളിവുണ്ടെന്ന് ഹൈക്കോടതിയും വിജിലൻസ് കോടതിയും പറഞ്ഞ സാഹചര്യത്തിൽ മാണി അകത്ത് പോകല്ലാതെ മാർഗമില്ല. ശ്രീ PC ജോർജ്, ഇവിടെ ബിജു രമേശ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ പേര് എവിടെയെങ്കിലും സൂചിപ്പിക്കാൻ ഇതുവരെ എവിടെയും മാധ്യമങ്ങളിൽ എവിടെയും തയ്യാറായിട്ടില്ല. കെ ബാബുവിന്റെയും മാണിയുടെയും ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 15 ലക്ഷം കൊടുത്തതെന്ന് ഇതുവരെ ബിജു രമേശ് പറയാൻ തയ്യാറായിട്ടില്ല. അതാ മനസ്സിലോ സ്റ്റേറ്റ്മെന്റിലുണ്ടെന്നാണ് പറയുന്നത്. 3-ാം പേയിലോ 6-ാം പേയിലോ ഒക്കെ ഇപ്പൊ ഉണ്ടല്ലോ. അത് ക്ലിയർ ആയില്ലേ? അല്ല അത് പുറത്തു പറയാൻ തയ്യാറാവാത്തതിന്റെ കാരണം എന്തായിട്ടാണ് താങ്കൾ? പേടിച്ചിട്ട് അങ്ങനെ 5 കെട്ടിടം തകർക്കാൻ വേണ്ടി പോലീസും പട്ടാളവും എല്ലാം ചെന്നല്ലേ. വേറെ ഇവിടെ ഹൈക്കോടതിയിലായിരുന്നു ഞങ്ങൾ കെട്ടിടം തകർന്ന് നിലത്ത് കിടന്നേനെ. കെ എം മാണിയെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞ ഒരു ആൾക്കാണോ മുഖ്യമന്ത്രിയെ പേടിക്കേണ്ട അവസ്ഥ? അത് പറഞ്ഞിട്ട് കാര്യം. സ്വാഭാവികമായിട്ട് ഈ ഭരിക്കുന്ന കക്ഷിയല്ലേ, ഭരിക്കുന്ന എല്ലാ സംഘടനയും ഉണ്ട്. അപ്പൊ ഒരു DGP കണ്ടില്ലേ നാട് മുഴുവൻ ഓടിച്ച് നാട്ടിച്ച് പുള്ളി രാജി ആലോചിക്കുക. ശ്രീ PC ജോർജ്, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ഇപ്പോൾ ജോസഫ് വാഴക്കൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ബിജു രമേശ് നൽകിയ 164 സ്റ്റേറ്റ്മെന്റ് കൂടുതൽ വിവരങ്ങളുടെ പകർപ്പ് അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ മുഖ്യമന്ത്രിക്ക് പലയിടത്തായി മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചുരുക്കം ഒന്ന് വായിക്കാം. ജീവൻ. സുരാജ്, മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ ബിജു രമേശ് നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയിലുള്ളത്. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ ഇത് കണ്ടോ? അല്ല, അത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ബിജു രമേശിന്റെ അല്ല, ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. അതെ, ബിജു രമേശിന്റെ ഈ രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. മാണിക്ക് 15 ലക്ഷം രൂപ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നു. കേരള ഗവൺമെന്റിന്റെ ഒരു നയപരമായ തീരുമാനമെടുത്ത് ഈ രാജ്യത്ത് ഒരു 10-12 ബാർ ഉണ്ടായിരുന്നവൻ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചെടുത്ത് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി MLA-യുടെ വീട്ടിൽ യോഗം കൂടി തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചവർ ആഴ്ചയിൽ ഇറക്കുന്ന രഹസ്യമൊഴിക്കും സ്റ്റേറ്റ്മെന്റിനും ഒരു വിലയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കൊണ്ടുവരുന്ന ചില നാടകങ്ങളാണ്. അതിന് ഈ കൈരളി ചാനലിൽ ഇട്ടുകൊണ്ട് ഇത് സംസാരിക്കുന്നു CPM-ന് വേണ്ടി. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ ഒരു രഹസ്യമൊഴിയുടെ പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വിട്ടുകൊണ്ടാണ് ഈ വാർത്ത ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊഴിയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ശിവൻകുട്ടിയുടെ വീട്ടിൽ യോഗം ചേർന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ എടുത്ത തീരുമാനം ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതിന് എന്ത് പ്രസക്തിയാണ് ഞങ്ങൾക്കുള്ളത്? അതങ്ങനെ പറഞ്ഞിട്ട് തെളിയിക്കട്ടെ. എന്നിട്ടതല്ലാതെ ഞങ്ങളുടെ കൂടി മാധ്യമപ്രവർത്തകരായ ഞങ്ങളുടെ കൂടി അറിവിലേക്കായി ചോദിക്കുകയാണ്. ശ്രീ ശിവൻകുട്ടിയുടെ വീട്ടിൽ ബിജു രമേശ് പങ്കെടുത്ത് യോഗം കൂടിയ തീയതി അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ ജോസഫ് വാഴക്കൻ അറിയാമോ? അത് നിയമസഭയെ ശ്രീ കെ ബാബു ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞതാണ്. അതിന്റെ ആ നിയമസഭയുടെ നടപടിക്രമങ്ങൾ എടുത്തു. ഏത് തീയതിയിലാണ് അത്തരത്തിൽ യോഗം ചേർന്നത്? അതിന് പിന്നിൽ ഗൂഢാലോചന കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ശ്രീ കെ ബാബു നിയമസഭയിൽ ഡേറ്റും ടൈമും കൂടിയവരുടെ പേര് കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ കൂടിയതിനു ശേഷമാണോ ഇത്തരത്തിൽ ഒരു രഹസ്യമൊഴി ബിജു രമേശ് കൊടുത്തതെന്നാണോ ജോസഫ് വാഴക്കന്റെ ആരോപണം? അതിനുശേഷമാണ് ഈ ഗൂഢാലോചന മുഴുവൻ തുടങ്ങിയത്. അല്ല, ഈ രഹസ്യമൊഴി നൽകിയത് അതിനുശേഷമാണെന്നാണോ ജോസഫ് വാഴക്കൻ പറഞ്ഞു വരുന്നത്? അതിനുശേഷമാകാൻ അസാധ്യത. കാരണം അതിനുശേഷമാണ് പിന്നെ ഉറപ്പ് കിട്ടുക. ഞങ്ങൾ അക്കാര്യത്തിൽ വന്നാൽ കേരളത്തിലെ മുഴുവൻ ബാറും ബിജു രമേശ് കോടതി മുമ്പാകെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 മുമ്പാകെ ഈ രഹസ്യമൊഴി നൽകിയത്
മാർച്ച് മാസം 31-ാം തീയതി 2015 അതിനുശേഷമാണോ അതിനു മുമ്പാണോ ജോസഫ് വാഴക്കൻ ഇത്തരത്തിൽ ശിവൻകുട്ടിയുടെ വീട്ടിൽ ഇത്തരത്തിൽ യോഗം ചേർന്ന് CPM-മായി ചേർന്ന് ബിജു രമേശ് ആരോപണം ഉന്നയിക്കുന്നത്? കേരള ഗവൺമെന്റ് സർവ്വ ബാറുകളും പൂട്ടാൻ തീരുമാനിച്ചു 5 സ്റ്റാർ ഒഴിച്ച്. അതിന് തൊട്ട് പിന്നാലെ ബാർ ഉടമകളെ യോഗം വിളിച്ചു കൂട്ടി ഞങ്ങള് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ആരോപണങ്ങൾ കള്ളക്കഥകൾ പുറത്തിറക്കിയാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ബാർ മുഴുവൻ തുറന്നു. ജോസഫ് വാഴക്കൻ, താങ്കളുടെ പാർട്ടിയാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു ഗൂഢാലോചനയിൽ CPM നേതാക്കന്മാരുമായി ചേർന്ന് ബിജു രമേശ് പങ്കാളിയായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിജു രമേശിനെതിരെ ഗൂഢാലോചന 120B പ്രകാരം കേസെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല? അതെന്ത് കാര്യമാണ്? നിങ്ങൾ ഏത് വകുപ്പിലായി പറയുന്നത്? അത് പാർട്ടി നേതാക്കന്മാർ ഉറപ്പ് കൊടുത്തിട്ട് ഒരാൾ ഇറങ്ങിയിരിക്കുകയല്ലേ. അതിനകത്ത് ഗൂഢാലോചന തീർച്ചയായും അത്തരത്തിൽ കുറ്റകരമായ ഒരു ഗൂഢാലോചനയാണ് താങ്കൾ ബിജു രമേശിന്റെ പേരിലും CPM-ന്റെ നേതാക്കന്മാരുടെ പേരിലും ആരോപിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാർ ആ കാര്യത്തിൽ കേസെടുക്കാൻ തയ്യാറാവുന്നില്ല? അത് കേസെടുക്കുന്നതിന് പ്രലോഭനങ്ങൾ കൊടുക്കുകയല്ലേ. ഞങ്ങൾ വന്നാൽ നിങ്ങൾ അധികാരത്തിൽ കയറും, നിങ്ങൾ എന്തും പറഞ്ഞോ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അത് കേസിനകത്ത് നിൽക്കുമോ, അതിനകത്ത് തെളിയിക്കപ്പെടാൻ കഴിയുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾക്ക് തന്നെ തെളിയിക്കാൻ കഴിയാത്ത ഒരു ആരോപണം, താങ്കളെ പോലുള്ള ഒരു ഉയർന്ന പൊതുപ്രവർത്തകൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ ജോസഫ് വാഴക്കൻ? തെളിയിക്കാൻ കഴിയാത്തതൊന്നുമല്ല. അതിന്റെ ടൈമും സമയവും ഉൾപ്പെടെ കേരള നിയമസഭയിൽ ബാബു എന്ന് പറഞ്ഞ മന്ത്രി ഉത്തരവാദിത്വപൂർവ്വം പറഞ്ഞതാ. അന്ന് ആരും നിഷേധിച്ചിട്ടില്ല. നിയമസഭയിൽ എല്ലാ MLA-മാരും ഇരിപ്പുണ്ടായിരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, നിയമസഭയ്ക്കുള്ളിൽ ഒരു മന്ത്രിക്ക് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ചില പ്രിവിലേജുകളുണ്ട്. ആ ആരോപണം പുറത്തുന്നയിക്കുകയും ആ ആരോപണം തീർച്ചയായും ഒരു മന്ത്രിയെ സംശയത്തിന്റെ നിഴൽ നിർത്തുകയും ചെയ്യുന്ന ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ കുറ്റകരമായ ഗൂഢാലോചന ആരോപിച്ച് ബിജു രമേശിന്റെ പേരിൽ കേസെടുക്കാൻ നിങ്ങളുടെ സർക്കാർ തയ്യാറാവുന്നില്ല? ഒരു പ്രിവിലേജും വേണ്ട. അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 68 പേരെ, പ്രതിപക്ഷത്ത് നിന്ന് 65 പേര് ഇരിപ്പുണ്ടല്ലോ. എഴുന്നേറ്റതെന്ന് പറയാമല്ലോ. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, വെല്ലുവിളിക്കുന്നു, പറയട്ടെ, എപ്പോൾ, എന്ത്. ശിവൻകുട്ടി ഉൾപ്പെടെ ഇരിപ്പുണ്ട്, വേണ്ടിയില്ലല്ലോ. ശ്രീ ജോസഫ് വാഴക്കൻ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ പേജ് നമ്പർ 4-ലും 5-ലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ താങ്കളുടെ അറിവിലേക്കായി വായിക്കാം. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ വിശദീകരണം താങ്കൾക്ക് തരാവുന്നതാണ്. ഇത് CPM-ന്റെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളാണ്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇത് തന്നെ എനിക്കത് കേൾക്കേണ്ട കാര്യമല്ല. എനിക്കറിയാം ഇന്നതാണ് കാര്യമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് അതിന്റെ മറുപടി പറഞ്ഞത്. ശ്രീ വാഴക്കൻ, താങ്കൾ ദയവായി ടെലിഫോൺ ലൈൻ തുടരുക. ഇപ്പോൾ VS സുനിൽകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ VS സുനിൽകുമാർ, ബിജു രമേശിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള 164 സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പിന്റെ കൂടുതൽ വിശദമായപ്പോൾ 6 ഇടങ്ങളിൽ ഗുരുതരമായ പരാമർശം മുഖ്യമന്ത്രിക്ക് നേരെ ബിജു രമേശ് രഹസ്യമൊഴിയിൽ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ വാർത്തയായി നൽകുന്നത്. ഇപ്പോൾ ജോസഫ് വാഴക്കൻ പറയുന്നു ഈ രഹസ്യമൊഴികളിലൊന്നും യാതൊരു വിശ്വാസ്യതയുമില്ല. ശ്രീ സുനിൽകുമാർ, സ്റ്റേറ്റ്മെന്റിൽ വിശ്വാസ്യതയില്ല എന്ന് ഉണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആൾക്കെതിരെ കേസെടുക്കണ്ടേ? അതാണല്ലോ 164 സ്റ്റേറ്റ്മെന്റിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നതാണല്ലോ. അപ്പൊ അതില് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന 164 സ്റ്റേറ്റ്മെന്റ് ആണ്. LDF-മായി ചേർന്നുകൊണ്ട് ബിജു രമേശുമായി യോഗം ചേർന്നുകൊണ്ട് നടത്തിയ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായുള്ളതാണ് ഈ 164 സ്റ്റേറ്റ്മെന്റ് എന്നാണ് ജോസഫ് വാഴക്കൻ വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം, 164 സ്റ്റേറ്റ്മെന്റ് ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയതാണെങ്കിൽ നിങ്ങൾ 164 സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ അത് കൊടുത്ത ആൾക്കെതിരെ കേസെടുക്കാമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? 164 സ്റ്റേറ്റ്മെന്റ് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന് കോൺസ്പിറസിയുടെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിക്ക് വെറുതെ പറയുന്ന ഏതൊരു ആൾക്കാരെ പറയില്ലല്ലോ, വഴികൂടെ പോകുന്നവരെ പറ്റി പറയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ പറ്റി തെറ്റായിട്ടുള്ള പിന്നെ വിവരം കൊടുക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ള ആൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പോ KM മാണി മാത്രമല്ല, ബാബു മാത്രമല്ല, അതിന്റെ പിറകിൽ പല ആൾക്കാരുണ്ട് എന്ന് പറയുന്നു. ആ പല ആൾക്കാരുണ്ട് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ആളുകളിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടി വരും. ആ തുടരന്വേഷണം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് CBI കൊണ്ട് അന്വേഷിക്കേണ്ട കാര്യത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരള സംസ്ഥാന പോലീസ് മാത്രം അന്വേഷിച്ചാലേ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം വളരെ ആവശ്യമാണ്. ആ അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കുടുങ്ങും. ശരി, 164 സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യവും വളരെ പ്രാധാന്യമുള്ള സംഭവം തന്നെയാണ്. പക്ഷേ
ഇവിടെ ബിജു രമേശ് പരസ്യമായി ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഈ രഹസ്യമൊഴിയിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നു. എന്തായിരിക്കാം രഹസ്യമൊഴിയിൽ മാത്രം പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ബിജു രമേശിനെ കൊണ്ടെത്തിച്ചത്? അല്ല, 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് തന്നെ തനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പോലീസിനോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മജിസ്ട്രേറ്റിന്റെ മുൻപാകെ മാത്രം പറയുന്ന രഹസ്യമൊഴിയാണ്. അതിൽ പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ കൊടുക്കുന്ന 161 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലീസ് എടുക്കുന്ന 161 സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നം അത് എഴുതിയപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞ മൊഴി തന്നെ രേഖപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധമില്ല, രേഖപ്പെടുത്തിക്കൊള്ളൊന്നുമില്ല. അങ്ങനെ രേഖപ്പെടുത്തി പോലീസിന് ഇഷ്ടമായി 161 സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പറഞ്ഞ ആൾക്ക് തന്നെ മാറ്റി പറയുകയും ചെയ്യാം. പക്ഷെ 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഈ മൊഴി കൊടുക്കുന്ന ആൾ മാത്രം കേൾക്കുന്ന വിധത്തിൽ വളരെ രഹസ്യമായി വളരെ വിശുദ്ധമായ നിലയിൽ കൊടുക്കുന്ന, സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കുന്ന മൊഴിയാണ്. ആ മൊഴി കൊടുക്കുന്നതിന് കാരണം തന്നെ നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥയോടോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ഭയമുള്ളത് കൊണ്ടും മറ്റേതെങ്കിലും കാരണത്താൽ പുറത്തു വരുമെന്ന് ഭയമുള്ളത് കൊണ്ട് കൊടുക്കുന്ന മൊഴി കൂടിയാണ്. അതുകൊണ്ട് 164 സ്റ്റേറ്റ്മെന്റിൽ മുഖ്യമന്ത്രിയുടെ പേര് അദ്ദേഹം പറയുകയും പുറത്തദ്ദേഹം പറയാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ശരിയായ കാര്യമാണ്. അവരുടെ 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ 164 സ്റ്റേറ്റ്മെന്റ് ഒരു കോടതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സാങ്ക്ടിറ്റി അനുസരിച്ച് പോലീസ് പരിശോധിച്ച് അന്വേഷണം നടത്തേണ്ടതാണ്. എന്തുകൊണ്ട് നടത്തിയില്ല? തീർച്ചയായും ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും ഒടുവിലായാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഈ കോഴയുടെ പിന്നാമ്പുറങ്ങളിൽ ഇതിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എന്ന വിധത്തിൽ തന്നെയുള്ള വിവരങ്ങളാണ് ബിജു രമേശ് നൽകുന്നത്. 15 ലക്ഷം രൂപ മാണിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കുറ്റക്കാരനാകുന്നത് ഏത് വിധത്തിലുള്ള കുറ്റമാണ് ഇവിടെ വരുന്നത് ശ്രീ സുനിൽകുമാർ? അല്ല, ഇത് ഒരു ഭരണ സംവിധാനത്തിന്റെ തലവനായിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വേണ്ടി മറ്റൊരാളോട് പണം കൊടുത്ത് സ്വാധീനിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന പോലെ സത്യപ്രതിജ്ഞ ലംഘനമാണ്. ആ സത്യപ്രതിജ്ഞ ലംഘനം മുഖ്യമന്ത്രി നടത്തിയെന്നാണ് ഇപ്പോ ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ പദവിയെ ദുഷ്കൃതിപ്പെടുകയും ചെയ്യുന്ന വിധത്തിൽ ഒരു വ്യക്തി ഗൂഢാലോചന നടത്തി ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കേണ്ടി വരും ഈ പറയുന്നത് തെറ്റാണെങ്കിൽ. അപ്പൊ ഇതുവരെ ബിജു രമേശിനെതിരെ കേസുകളൊന്നും തന്നെ എടുത്തിട്ടില്ല എന്നതിനും വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം. ഈ കാര്യത്തിൽ എന്തോ വസ്തുതയുണ്ടെന്നും ആ വസ്തുത മറച്ചു വെക്കേണ്ടത് ആവശ്യകത ആയതുകൊണ്ട് വിജിലൻസ് അത് മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ VS സുനിൽകുമാർ പ്രതികരിച്ചതിനൊപ്പം PC ജോർജ്, ജോസഫ് വാഴക്കൻ. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ബിജു രമേശ് നൽകിയ 164 സ്റ്റേറ്റ്മെന്റിന്റെ കൂടുതൽ പകർപ്പ് ലഭിച്ചപ്പോൾ, കൂടുതൽ വിവരങ്ങൾ ലഭിച്ചപ്പോൾ അതിൽ ഉണ്ട്. ഗുരുതരമായ പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളത്. 15 ലക്ഷം രൂപ ആദ്യ ഗഡുവായി മാണിക്ക് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതടക്കം 6 ഗുരുതര പരാമർശങ്ങളാണ് ബിജു രമേശിന്റെ രഹസ്യമൊഴിയിൽ ഉള്ളത്. വിവരങ്ങളാണ് S ജീവൻകുമാർ നൽകിയത്.